സിനിമാ താരം അനുശ്രീയുടെ അച്ഛന്റെ കാർ മോഷ്ടിച്ചയാളെ പിടികൂടി പോലീസ് വാഹനത്തിൽ തട്ടിയതിനാൽ കാർ ഉപേക്ഷിച്ച് ബസ്സിൽ മുങ്ങിയ കള്ളനെ പിടികൂടിയത് തന്ത്രപരമായാണ്. ആദ്യം പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം കേൾക്കാം. ഇയാൾ ഒറ്റയ്ക്കാണ് പല സ്ഥലങ്ങളിലും കയറാറുള്ളത്. ടെക്നിക്കലി വളരെ സൗണ്ട് നോളജ് ഉള്ള ആളാണ്. വാഹനം മോഷ്ടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ നമ്പർ മാറ്റി, അതായത് നമ്മുടെ ക്യാമറകളിൽ നമ്പർ ഡിറ്റക്റ്റിംഗ് ക്യാമറകൾ കവർ ചെയ്യാൻ വേണ്ടി ആ നമ്പർ മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ ഡിറ്റക്റ്റിംഗ് ക്യാമറകളിൽ നമുക്ക് കിട്ടാറില്ല. നമ്മുടെ കേസ് ഇഞ്ചക്കാട്ടുള്ള ഒരു യൂസ്ഡ് ഷോറൂമിൽ നിർത്തിയിട്ടിരുന്ന വാഹനമായിരുന്നു. അവർ അപ്രതീക്ഷിതമായി കീ ഇൻസൈഡ് തന്നെ ഉണ്ടായിരുന്നു. അയാൾ അവിടെ എത്തി ആ കാർ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. ഫിലിം സ്റ്റാർ അനുശ്രീയുടെ ഫാദറിന്റെ കാറായിരുന്നു. കണ്ണൻ നായരുടെ വിശദാംശങ്ങളുമായി. കണ്ണൻ, മനസ്സിലാക്കുന്നത് ഈ മോഷ്ടാവ് ജയിലിൽ നിന്നിറങ്ങിയിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ സമയത്തിനിടയിൽ തന്നെ നടത്തിയ മോഷണങ്ങളുടെ എണ്ണം വലിയ തോതിലുള്ളതാണ്. ഇപ്പോൾ ഈ മോഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഈ മോഷ്ടാവിനെ കുറിച്ചും. ഒരു വലിയ കാർ മോഷ്ടാവിനെ, ഒരു വലിയ കാർ കള്ളനെയാണ് ഇപ്പോൾ കൊട്ടാരക്കര CI ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയിരിക്കുന്നത്. അനുശ്രീയുടെ അച്ഛന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് ഇത്. ഇഞ്ചക്കാട്ടുള്ള ഒരു യൂസ്ഡ് കാർ ഷോപ്പിൽ വിൽക്കാനായി നൽകിയിരിക്കുകയായിരുന്നു. ആ കാറാണ് ഇയാൾ മോഷ്ടിച്ചത്. ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത്, വാഹനങ്ങൾ വിൽക്കാനായി ചില സൈറ്റുകളിൽ ഉടമകൾ അവരുടെ വാഹനങ്ങളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ആ വിവരങ്ങൾ ഇയാൾ കണ്ടെത്തും. എന്നിട്ട് ഈ വാഹനം എവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് പരിശോധിക്കും. അതിനുശേഷം അവിടെ എത്തി അതിന്റെ പൂട്ട് തകർത്ത് കൊണ്ടുപോകുന്നതാണ് രീതി. ഇയാൾ സാധാരണ SUV ഇനത്തിൽപ്പെട്ട വാഹനങ്ങളോട് കമ്പമുള്ളയാളാണ്. അയാൾ മോഷ്ടിക്കുന്നത് കൂടുതലും SUV ഇനത്തിൽപ്പെട്ട കാറുകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇയാൾ കഴിഞ്ഞ ദിവസം ഇവിടേക്ക് ഈ അനുശ്രീയുടെ അച്ഛന്റെ ഉടമസ്ഥയിലുള്ള കാർ സൂക്ഷിച്ചിരുന്ന യൂസ്ഡ് കാർ ഷോറൂമിലേക്ക് എത്തി. അവിടെ നിന്ന് ആ കാറിൽ താക്കോൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ കാറും എടുത്ത് അയാൾ മുങ്ങുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകി. പോലീസ് ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തുകയായിരുന്നു. ഇയാൾ പാലായിലേക്ക് കാറിൽ പോകുന്ന സമയത്ത് മറ്റൊരു SUV വാഹനവുമായി കൂട്ടിയിടിക്കുന്നു. പക്ഷെ അയാൾ കരുതിയത് കൂട്ടിയിടിച്ച മറുവാഹനം പോലീസ് വാഹനമാണെന്ന് കരുതുകയും അതിനുശേഷം ഈ ഇടിച്ച വാഹനം അവിടെ നിർത്തിയിട്ട ശേഷം ഇയാൾ KSRTC ബസ്സിൽ മുങ്ങുകയുമായിരുന്നു. പിന്നീട് ഇയാളുടെ CCTV ദൃശ്യങ്ങളടക്കം കൊട്ടാരക്കര CI ജയകൃഷ്ണന് ലഭിക്കുകയുണ്ടായി. ആ ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ തന്ത്രപരമായി പിടികൂടുകയായിരുന്നു. ഇയാൾ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള മോഷണം നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇയാൾ ഈ വാഹനം പെട്രോൾ പമ്പിലെ ക്യാമറകൾ പോലും പതിയാതിരിക്കാൻ വേണ്ടി വിദഗ്ധമായി തന്നെ ഒരു കള്ളം ചെയ്തിരുന്നു. ഇയാൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്ന മറ്റു വാഹനങ്ങളിൽ നിന്ന് ഇന്ധനം മൂറ്റി ഈ മോഷ്ടിച്ച കാറുകളിലേക്ക് ഒഴിക്കും. അതിനുശേഷമാണ് ഇയാൾ ഈ കാറുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അനുശ്രീയുടെ അച്ഛന്റെ ഉടമസ്ഥയിലുള്ള കാറും അങ്ങനെയാണ് അയാൾ ഓടിച്ചുകൊണ്ടിരുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ഇയാൾ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. 2023 കല്ലമ്പലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഇന്നോവ മോഷ്ടിച്ചതിന് പ്രതിയിലായ പിടി ജൂലൈയിലാണ് പുറത്തിറങ്ങിയത്. അതിനുശേഷം നെടുമങ്ങാട്, പാലക്കാട്, ആലത്തൂർ, ഷൊർണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ കാറുകളും പിക്കപ്പുകളും ഒക്കെ തന്നെ മോഷണം നടത്തിയിട്ടുണ്ട്. ഇയാൾ ആദ്യം ഈ കാറുമായി പോയി നെടുമങ്ങാട് ഭാഗത്ത് നിന്ന് ഒരു റബ്ബർ കടയിൽ നിന്ന് വിൽക്കുന്ന കടയിൽ നിന്ന് റബ്ബർ പാലും മറ്റും മോഷ്ടിച്ചു. അതിനുശേഷമാണ് പാലായിലേക്ക് പോയത്. പാലായിൽ ഇയാൾ മറ്റൊരു കാർ മോഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാവുകയും അയാൾ പിന്നീട് പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തത്. ശരി, കണ്ണൻ നായരാണ് വിശദാംശങ്ങൾ നൽകിയത്.